നമ്മളൊരു ഇഷ്ടം പോലെ റിവിഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. ഹായ്, നമസ്കാരം. മിഷൻ HSA, ആ പേരൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഏതാണ്ട് 400ഓളം ഉദ്യോഗാർത്ഥികളെ കേരള PSCയുടെ റാങ്ക് ലിസ്റ്റിലേക്ക് എൻട്രി കൈപിടിച്ച് കയറ്റിയ ഒരു കോഴ്സായിരുന്നു മിഷൻ HSA. അതിൽ വിജയിച്ച 1ാം റാങ്ക് വന്നവർ, 2ാം റാങ്ക് വന്നവർ, 3ാം റാങ്ക് വന്നവർ, അങ്ങനെ ഒരുപാട് പേരുടെ അനുഭവ വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു എൻട്രി അവർ ഉപയോഗിച്ചത്, ഏത് രീതിയിലായിരുന്നു എൻട്രിയിലെ കോഴ്സുകൾ റൺ ചെയ്തത് എന്നെല്ലാം വിശദമായിട്ട് അവർ പറയുന്നുണ്ട്. ആ വിജയത്തിൽ എൻട്രിയുടെ പാതി എന്തായിരുന്നു, അവരുടെ പാതി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഒക്കെ വിശദീകരിച്ച് അവർ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രം മതി മിഷൻ HSA എന്നുള്ളത് എത്ര വലിയ സക്സസ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ. ആ വലിയ സക്സസിന് ശേഷം അടുത്ത HSAയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്നാണ് എൻട്രിയുടെ ഈ ഒരു HSA കോഴ്സ് ആരംഭിക്കുന്നത് എന്നുള്ളത് എൻക്വയറി ഒരുപാട് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ HSA മിഷൻ ഇനി വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. മിഷൻ HSA 2.0 എന്ന പേരിൽ മിഷൻ HSAയുടെ 2ാമത്തെ ഒരു ഇൻട്രോ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്, തിരുമ്പി വരികയാണ്. വീണ്ടും വലിയ വിജയങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ ഒരു കോഴ്സിന് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് എൻട്രി ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കാരണം ഓൾറെഡി 400ഓളം ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് കയറ്റിയ ഒരു കോഴ്സിൻ്റെ അനുഭവ സമ്പത്തോടു കൂടിയാണ് എൻട്രി ഈ ഒരു 2ാം വരവ് ഇതേ കോഴ്സിലൂടെ വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്, ഇതിൻ്റെ രീതി എങ്ങനെയായിരിക്കും, കഴിഞ്ഞ തവണ ഉപയോഗിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് വിജയിച്ചത്, പിന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാനായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിഷൻ HSA 2.0 എന്തെല്ലാം പ്രത്യേകതകളോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നോക്കാം. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകതകൾ നോക്കൂ. 150 ദിവസം വരുന്ന കോഴ്സാണ്. 150 ദിവസം കൊണ്ട് മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ഇത് HSA നിങ്ങൾക്കറിയാമല്ലോ, പല സബ്ജക്റ്റുകളാണ് അല്ലേ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ കോഴ്സുകൾ വരുന്നത്. അതേപോലെ തന്നെ അപ് ടു എക്സാം കോഴ്സ് വാലിഡിറ്റി ഉണ്ടായിരിക്കും. എക്സാം വരെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് ഈ എൻട്രി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഘടനയിലൊക്കെ വ്യത്യാസം വരും. മുൻപ് നടന്നിട്ടുള്ള എക്സാമുകളുടെ രീതികളെ ഫോളോ ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇതെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും എൻട്രി കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസിനൊപ്പം തന്നെ ആയിരിക്കും എൻട്രി ഈ കോഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കറിയാം, വലിയ കോമ്പറ്റീഷനുള്ളൊരു കാലഘട്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ LP-UP എക്സാമൊക്കെ കഴിഞ്ഞ തവണ എഴുതി കഴിഞ്ഞ തൊട്ടുപുറകെ തന്നെ അടുത്ത 3 വർഷത്തിന് ശേഷം വരുന്ന LP-UP എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് 3 വർഷത്തോളം എൻട്രിക്കൊപ്പം നിന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ LP-UP എക്സാം എഴുതാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത്ര ക്ഷമയോടുകൂടി അത്ര കാലത്തെ പ്രിപ്പറേഷന് ശേഷമാണ് അവർ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് നമുക്കറിയാം, ഇതിൻ്റെ 3 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ഓരോ വിഷയങ്ങളുടെയും HSAയും HSST ഒക്കെ വിളിക്കാൻ വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എത്താൻ ഇനി അധികം സമയമില്ല. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സമയമെടുത്ത് തന്നെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവൈലബിൾ ആയിട്ടുള്ള സിലബസ് ഉപയോഗിച്ചുകൊണ്ട്, മുൻവർഷ ചോദ്യങ്ങളുടെ ലെവലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കോഴ്സിന് പ്രിപ്പയർ ചെയ്യാം. അതിനൊപ്പം തന്നെ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം കൂടി നമുക്കപ്പോൾ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ HSAയുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എക്സാം വരെ വാലിഡിറ്റി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. 150 ഡേയിൽ ആ കോഴ്സ് ആദ്യത്തെ സിലബസ് എല്ലാം തീർത്തു തരും എന്നുള്ളതും പറഞ്ഞു. അതിനുശേഷം പിന്നും എക്സ്ട്രാ കാര്യങ്ങളും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ടെലഗ്രാം സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ടെലഗ്രാം ചാനൽ വഴിയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും കോഴ്സിൻ്റെ അപ്ഡേഷനും ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. 50-ലധികം മോക്ക് എക്സാംസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, 1ാം റാങ്ക് നേടിയ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കുണ്ടായിരുന്നു. അവരുടെ ആദ്യ 10ലൊക്കെ ഇടം നേടിയ ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. എൻട്രിയുടെ ഏറ്റവും അവർക്ക് യൂസ്ഫുൾ ആയ ഒന്ന്, നല്ല മികച്ച ക്ലാസ്സുകൾ, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകർ ഒരുക്കി തരുന്നതിനൊപ്പം തന്നെ എൻട്രിയുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, വലിയ പെട്ടി നിറയെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് കയറി ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ആ മേഖലയെ സമഗ്രമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
അപ്പോൾ അത്തരത്തിൽ ഓരോ ക്ലാസ്സിനും ശേഷം ക്വിസ് ഉണ്ട്, അതേപോലെ ഓരോ വീക്കിലും ക്വിസ് ഉണ്ട്, അതേപോലെ 50-ലധികം മോക്ക് എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം എൻട്രിയുടെ ആപ്പിനകത്ത് കിട്ടും. അതിൽ നിങ്ങൾ എത്രത്തോളം സക്സസ് ആവുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. വീക്കായിട്ടുള്ള ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മികച്ച രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ആ മേഖല ഏതാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി നന്നായി പഠിക്കുന്നതിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാം അറ്റൻഡ് വെറുതെ പഠിക്കുക എന്നുള്ളതല്ല, എൻട്രിയിലെ ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ മുമ്പോട്ട് വരാനായിട്ട് സാധിക്കും. അതിന് 50-ലധികം മോക്ക് എക്സാംസും, പിന്നെ PSC എങ്ങനെയാണോ ഒരു HSA എക്സാം നടത്തിയിട്ടുള്ളത് ഇതിനു മുമ്പൊക്കെ, അതേ മാതൃകയിൽ 100-ലധികം മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആകും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ കറക്റ്റ് ഒരു PSC എക്സാം നടത്തുന്ന എത്ര സമയമാണോ ആ സമയത്തിൻ്റെ അതേ ദൈർഘ്യത്തിലുള്ള ലൈവ് എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സമയത്തിൻ്റെ പ്രശ്നവും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ഒരുപാട് എക്സാമുകൾ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ സാധിക്കും. അങ്ങനെ മികച്ച റാങ്കോടുകൂടി റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് 150 ദിവസത്തെ കോഴ്സൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെന്താ, നമ്മളൊരു ഇഷ്ടം പോലെ റിവിഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല, ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രീ കോഴ്സ് ആക്ടിവിറ്റി, അതായത് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ എക്സാമിൻ്റെ രീതികളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. അതിൻ്റെ മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സിലബസ് എന്തൊക്കെയായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്, ഹൈസ്കൂൾ ലെവലിൽ ഒരു അധ്യാപകനാകുമ്പോൾ ആ ഏതെല്ലാം ലെവൽ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിശദീകരിക്കാനായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും പ്രീ കോഴ്സ് ആക്ടിവിറ്റി ആയിരിക്കും ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്ന ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അതിനുശേഷം ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷനാണ് അടുത്ത ഘട്ടത്തിൽ. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളത് ഓരോ സബ്ജക്റ്റിൻ്റെയും, HSAയുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസിനെ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഘട്ടമായിരിക്കും ആ ഒരു കോഴ്സിൻ്റെ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടുക. ഇനി ഹോട്ട് ഏരിയ ഡിസ്കഷൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് എൻട്രി ഈ കോഴ്സിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 400ഓളം ഉദ്യോഗാർത്ഥികളെ കൈപിടിച്ച് കയറ്റിയതിൻ്റെ ആ ഒരു കരുത്ത് എൻട്രിക്കുണ്ട്, ആ ഒരു അനുഭവം എൻട്രിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുൻപത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള മേഖല ഏതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഹോട്ട് ഏരിയ ഡിസ്കഷൻ വിത്ത് ദ റെഫറൻസ് ഓഫ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആ ഹോട്ട് ഏരിയ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇത്തവണ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആവും. 5 ഫേസിലായിട്ടായിരിക്കും 150 ദിവസത്തെ ഈ കോഴ്സ് 5 ഫേസിലായിട്ടായിരിക്കും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുക. 30 ഡേ വീതമുള്ള ഓരോ ഫേസ് കിടക്കുമ്പോഴും നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ആവും. നിങ്ങളുടെ സബ്ജക്റ്റിൽ HSAയിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇനി സൂപ്പർ ഹോളിഡേ എന്ന് വെച്ചാൽ വെറുതെ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കാനല്ല നമ്മുടെ ഹോളിഡേ. സൂപ്പർ ഹോളിഡേയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാമുകളോ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കഷൻസോ ലൈവ് സെഷൻസോ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. മോട്ടിവേഷൻ സെഷൻസ്, അപ്പം എന്താ ഒരുപാട് ദൂരം അകലെയല്ലേ സാറേ ഈ ഒരു എക്സാം, ഇപ്പോഴേ എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നവരോടാണ് ഇത്. ഇപ്പം തുടങ്ങി അവസാനം വരെ ഇതിന് ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും റാങ്ക് ലിസ്റ്റിലെ ടോപ്പിൽ വരിക എന്നുള്ളതാണ്. LP UPയുടെ കാര്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. 3 വർഷമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിൽ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ എക്സാം വരെ ക്ഷമയോടുകൂടി നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷൻ താഴെ പോവാതെ, നിങ്ങളുടെ ഇതിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റും ആ ഒരു എഫേർട്ടും ഒട്ടും താഴെ പോവാതെ നിങ്ങൾക്കൊപ്പം പിടിച്ചു നിർത്താനായിട്ട് അധ്യാപകരുടെ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. റാങ്ക് ഹോൾഡേഴ്സ് വീഡിയോ, ഞാൻ എത്രയോ പേരുടെ എക്സാമ്പിളുകൾ ഇതിനോടകം പറഞ്ഞു. ഒരുപാട് പേര് നിങ്ങളോട് തന്നെ ഈ ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടില്ലേ, അവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഇതിനോടകം അവർ വിജയത്തിലെത്തിയപ്പോൾ എൻട്രിയുടെ പാതി എന്തായിരുന്നു, അവരുടെ പാതി എന്തായിരുന്നു എന്ന് അവർ തന്നെ വിശദീകരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനമാകും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ ലഭിക്കും. അതിനുശേഷം വിജയിച്ച് കയറിയാലും എൻട്രി നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ സെഷൻ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആകും. നിങ്ങൾ മുൻ വർഷങ്ങളിൽ എഴുതിയെടുത്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ടോപ്പിലുണ്ടായിരുന്ന കുട്ടികളോട് ചോദിച്ചോളൂ. അവരെല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പിന്നെ സ്വതന്ത്രമായിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വഴി തെറ്റിപ്പോവല്ല ചെയ്തത്. അവർ അവസാനത്തെ ഇൻ്റർവ്യൂ ഡേയിൽ വരെ അവർക്കൊപ്പം നിൽക്കുകയും അതിനുശേഷം ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ വന്ന ശേഷം അവർക്കൊപ്പം ഒരു ഡേ ആഘോഷിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എൻട്രിയുടെ മുഴുവൻ ടീമും. അപ്പോൾ അത്തരത്തിൽ ഈ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻ്റർവ്യൂ സെഷൻസ് കൂടി നമ്മൾ നൽകും എന്നുള്ളതാണ് എൻട്രിയുടെ വാക്ക്. അതിനുശേഷം വരുന്നത് നിങ്ങളിതാ ഇതുപോലെ ഒരുപാട് പോസ്റ്ററുകളിൽ നിങ്ങൾ ഇടം പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ ജേണിയാണ്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, ഒരു മാസം കൊണ്ടുണ്ടാവുന്നതല്ല,
ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് മനസ്സിലാക്കുക. ഇത് സക്സസ് സെലിബ്രേഷൻ്റെ വീഡിയോ ആയിരുന്നു. ഒരു ആദ്യഘട്ടത്തിൽ HSCയുടെ ആദ്യ റിസൾട്ടുകളുടെ സക്സസ് സെലിബ്രേഷൻ മാത്രമായിരുന്നു അത്. അതിനുശേഷം എല്ലാ സബ്ജക്റ്റുകളും വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സപ്ലിമെൻ്ററി ലിസ്റ്റുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ ഇടം പിടിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ, റാങ്കിൽ 1, 2, 3 റാങ്കുകളിലൊക്കെ ആദ്യ 10ലൊക്കെ ഇടം പിടിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അത്തരത്തിൽ അടുത്ത സീസണിലും ഇതേപോലെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ഇതേപോലെ മികച്ച പോസ്റ്ററുകളിലെ ചിത്രങ്ങളിൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എൻട്രിയുടെ പകുതിയായിട്ട് എൻട്രിയുടെ പാതിക്കൊപ്പം നിങ്ങളുടെ പാതി കൂടി ചെയ്ത് എൻട്രിക്കൊപ്പം കൈപിടിച്ച് വിജയത്തിലേക്ക് കയറിയ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക്, വരുന്നവർക്ക് മോട്ടിവേഷൻ ആകുന്ന രീതിയിൽ നിങ്ങൾക്കും ഇതേപോലെ നൽകാൻ സാധിക്കട്ടെ. അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ ഒരു യാത്രയിൽ തുടക്കം തൊട്ടേ നിങ്ങളുടെ ഭാഗം കൂടി ചെയ്തുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് എല്ലാ കോഴ്സിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും മികച്ച അധ്യാപകർ നിങ്ങൾക്കൊപ്പം തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവും. ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. HSA മിഷൻ HSA 2.0 നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് അതിനൊപ്പം ഭാഗമാവാനായിട്ട് നിങ്ങളും പരിശ്രമിക്കുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.